പാലയൂർ പള്ളി. പഴമയുടെ പുതുമയാർന്നു നിൽക്കുന്ന പാലയൂർ പള്ളി ക്രിസ്തു ശിഷ്യനായിരുന്ന തോമാസ് ലീഹ കുരിശു നാട്ടിയ ദേവാലയം. നീലിമയാർന്ന ആകാശവിധാനത്തിൽ തലയുയർത്തി നിൽക്കുന്ന പാലയൂർ പള്ളിയുടെ മുകളിലുള്ള മനോഹരമായ തോമാസ് ലീഹായുടെ രൂപം. AD 52 ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുകയും തുടർന്ന് പാലയൂരിലെത്തി ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. പാലയൂർ പള്ളിയുടെ ഉള്ളിലുള്ള തോമാസ് ലീഹായുടെ രൂപം 1607 പണി കഴിപ്പിച്ച പള്ളിയുടെ ഉള്ളിൽ അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ രൂപതാധ്യക്ഷന്മാരായ ജോൺ തോമസ് കാട്ടൂർകുടി പിതാവും ബെന്നി വർഗീസ് പുൽപ്പറമ്പിൽ പിതാവും പ്രാർത്ഥിക്കുന്നു. പള്ളിയുടെ പുറത്തു വച്ചിരിക്കുന്ന കല്ലിൽ തീർത്ത തോമാസ് ലീഹായുടെ രൂപവും പള്ളിയുടെ ഉള്ളിൽ തോമാസ് ലീഹ സ്ഥാപിച്ച കുരിശിൻ്റെ സ്ഥാനത്ത് ഉയർന്നിരിക്കുന്ന മനോഹരമായ കുരിശും 2000-ഓളം വർഷം പഴക്കമുള്ള കാലഘട്ടത്തിൽ മാർ തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ സ്ഥാനം മാറാതെ നിൽക്കുന്ന ഏക ദേവാലയമാണിത്. മാർ തോമാസ് ലീഹ നേരിട്ടു നൽകിയ ക്രൈസ്തവ വിശ്വാസം ഇന്നും തലമുറ കൈമാറി പാലയൂരിൽ നിലനിൽക്കുന്നു. തോമാസ് ലീഹ തുടങ്ങിയ 7 പള്ളികളും കേരളത്തിലും അരപ്പള്ളി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്ന ഈ കുരിശിൻ്റെ സ്ഥാനത്താണ് തോമാസ് ലീഹ സ്ഥാപിച്ചു എന്ന് പറയുന്ന മരക്കുരിശുണ്ടായിരുന്നത്. സെൻറ് തോമസ് കേരളത്തിൽ സ്ഥാപിച്ച 7 ദേവാലയങ്ങളുടെയും തിരുവങ്കോങ്കിലെ തമിഴ്നാട് അരപ്പള്ളിയെയും അനുസ്മരിച്ചുകൊണ്ടാണ് കുരിശിനു ചുറ്റും 8 കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇറ്റാനഗർ രൂപതാധ്യക്ഷൻ വികാരിയച്ഛനും കൂടി ഒരുമിച്ച് ആ കൽക്കുരിശിനു ചുറ്റും നടന്ന് പ്രാർത്ഥിച്ച് മുന്നേറുകയാണ്. ഇറ്റാനഗർ രൂപതയിൽ നിന്നും അവിടെ നിന്ന് വന്നിരിക്കുന്ന ആളുകളും ഇവിടെ കാണുവാൻ കഴിയും. 1607 ഇറ്റാലിക്കാരനായ ഈശോ സഭാ വൈദികൻ ഫാദർ ജാക്കോമോ ഫെനീച്ചിയോ എസ്ചയുടെ കാലഘട്ടത്തിൽ പാലയൂർ ഇടവക ദേവാലയം പുതുക്കി പണിതു. പഴമയുടെ മകുടമായി ഇപ്പോഴും ആ പള്ളി അവിടെ നിലനിൽക്കുന്നു. 1000 ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയും വളരെ ഭക്തിസാന്ദ്രമായ ഒരു സ്ഥലവുമാണ്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിക്കാൻ 1000-10,000 കടന്നു വരട്ടെ, യേശുവിനെ അനുഭവിക്കട്ടെ. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എന്നാണ്. റവറൻഡ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ, വികാരിയച്ഛൻ, സെൻറ് തോമസ് ചർച്ച്.